ഞങ്ങൾ ഈ ആടിന്റെ റിഹേഴ്സലായിരുന്നു. ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? അതിരിക്കട്ടെ, മൂന്നാമനെവിടെ? ആ ബാലുവാ, അവൻ കല്യാണത്തിന്റെ തിരക്കില. അവന്റെ അമ്മ വന്ന് മീരയെ കണ്ടത് മുതൽ അവന് പിന്നെ എന്താണെന്ന് പറയാൻ വയ്യ. അവന് ഇന്നലെ ഈ സാരി അവനാകെ അവൻ കല്യാണപ്പെടവേ താലിമാല ഒക്കെ തിലക്കിയത് വെച്ചേക്കാണ്. ഇതുപോലെ ഒരു കല്യാണം ഇനി ഭൂമിയിൽ ഉണ്ടാവരുതെന്നാണ് അവൻ പറയണത്. എനിക്കറിയാൻ പാടില്ല. അല്ല, ബാലുവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാ മതി. അതെ, ഞങ്ങൾ ഒരു ഹൃദയവും 3 മനസ്സുവാ. ഒരു ഹൃദയവും 1 മനസ്സെന്നും പറയടാ. തെറ്റിപ്പോയടാ, ക്ഷമി. ബാലുവിനെ ഞാൻ പിന്നെ കണ്ടോളാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും ഞങ്ങള്. ഒന്നും വേണ്ട, താങ്ക്സ്. ഒരു ഹൃദയമൊക്കെ അവിടെ നിക്കട്ടെ, എന്റെ കാശപ്പ തരും. ഇപ്പൊ തരും. ഇത്ര പെട്ടെന്നാ? പലിശ പിന്നെ തരാട്ടാ. ബാലുവിനെ കാണാതിരുന്നത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അവരെല്ലാരും നിങ്ങളുടെ കല്യാണം നടക്കുമെന്നുള്ള സന്തോഷത്തിലാണ്. അതിനിടയിൽ പെട്ടെന്നൊരു നെഗറ്റീവ് ആൻസർ കേൾക്കുമ്പോ ബാലുവിന് അതൊരു ഷോക്കാവും. പറയുന്നതിൽ നിനക്ക് വിഷമം തോന്നരുത്. ബാലു നിന്നെ ഇത്രയധികം ഇഷ്ടപ്പെടുമ്പോ നീ ഒരു റീതിങ്കിങ്ങിന് തയ്യാറാവണമെന്നാണ് എന്റെ അഭിപ്രായം. സ്നേഹം അങ്ങനെ പങ്കുവെക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ മയേച്ചി. ജീവിതത്തിൽ നമുക്ക് മറ്റു പലതിനും ചോയ്സ് ഉണ്ട്. പക്ഷേ സ്നേഹത്തിന് എങ്ങനെയാണ് ഒരു ചോയ്സ് കണ്ടെത്തുക? ഒരാളെ മനസ്സിൽ വെച്ചോണ്ട് മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ എങ്ങനെ കഴിയും? ഇല്ല മയേച്ചി, എനിക്കതിന് കഴിയില്ല. നീ ചെറുപ്പമാണ് കുട്ടി, ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. പ്രേമവും വിരഹവും വേർപാടും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത നിന്റെ വിനുവിന് വേണ്ടി ഇനിയും കാത്തിരിക്കുന്നതിൽ എന്താണ് അർത്ഥം?